സ്വന്തമായി ഒരു ജിം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്ലാനിങ്ങും ഇൻസ്റ്റലേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു കൊടുക്കുന്ന ജിയോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെൻസിൻ്റെ വിശേഷങ്ങളുമായി ബ്രാൻഡ് സ്റ്റോറീസ്. ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജിം ആൻഡ് ഫിറ്റ്നസ് ഇപ്പോൾ മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ഫിറ്റ്നസ് നോക്കുന്നവർ സ്വന്തമായിട്ടൊരു ജിമ്മ് തുടങ്ങുകയെന്ന് പറയുന്നത് അവരുടെ ഡ്രീമാണ്. അപ്പോൾ ഒരു ജിമ്മ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ വേണ്ട എക്യുപ്മെൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് കിഴക്കമ്പലത്തുള്ള ജിയോ ഫിറ്റ് ഫിറ്റ്നസ്സിലാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ജിയോ ഫിറ്റിൻ്റെ ഫൗണ്ടറായ അമൃതിലൂടെ അറിയാം. കമാ. ഹായ്, ദിസ് ഇസ് അമൃത്. ജിയോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെൻസിൻ്റെയും ജിയോഫിറ്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെയും ഫൗണ്ടറാണ്. ആൻഡ് ആക്ച്വലി ബേസിക്കലി ഞാനൊരു ബിടെക് ഹോൾഡർ ഇൻ ഐ ടി ഇഞ്ചിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതേപോലെ ഒരു പാഷൻ്റെയും പുറത്താണ് നമ്മൾ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജിമ്മുകളും അതേപോലെ ഷോറൂംസ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം, കാക്കനാട്, അതുപോലെ പട്ടിമറ്റം ഈ ലൊക്കേഷൻസിലാണ്. നോർമലി കൂടുതലായിട്ടും കേൾക്കുന്ന ഫാമിലിയിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുന്നതാണ്. ബിടെക് ഹോൾഡറാണ്, അതേപോലെ യു എയിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരാളാണ്. അതിനുശേഷം എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ എൻ്റെ ഫാമിലി എല്ലാവരും ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയായിട്ട് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടുവരുന്നതാണ്. എൻ്റെ ഫാദർ ഒരു ബോഡി ബിൽഡറാണ്. ചെറുപ്പത്തിൽ തന്നെ ആൾക്കൊരു ജിമ്മുണ്ടായിരുന്നു. പണ്ട് നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജിമ്മുണ്ടായിരുന്നു, കൺവെൻഷൻ മെത്തേഡിലുള്ള. പിന്നെ അദ്ദേഹം ഗ്രാജുവലി അതിലുള്ള പുതിയ ട്രെൻഡ് അനുസരിച്ച് മാറി. അപ്പോൾ എന്നെ ഒപ്പം കൂട്ടുമായിരുന്നു ജിമ്മുകൾ കാണാനും എക്യുപ്മെൻറ്റ്സ് ട്രൈ ചെയ്യാനും. അതേപോലെ ചെറുപ്പത്തിൽ തന്നെ എന്നെ ഒരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറിൻ്റെ ഒരു കോഴ്സ് ചെയ്യിച്ചു. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ അറ്റാച്ച്ഡ് ആയി. അപ്പോഴും ആളും അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പറയുമായിരുന്നു, ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തതിന് ശേഷം നമുക്ക് നിൻ്റെ ഒരു പാഷൻ്റെ പുറകെ പോകാമെന്നുള്ളത്. അങ്ങനെ ഒരു ബിടെക്, അന്നത്തെ ട്രെൻഡായിരുന്നു ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളത്. അത് അത്യാവശ്യം നല്ല മാർക്ക് കൂടി പാസ്സായി. പിന്നെ ഏകദേശം ഒരു 10-12 വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്തു. ആ ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസും കൂടെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ബിസിനസ് പ്രോപ്പറായിട്ട് എൻ്റെ ക്ലയൻസിനും അതേപോലെ എൻ്റെ കൊളീഗ്സിനും നല്ലൊരു സർവീസ് കൊടുത്ത് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് തന്നെ. ജിയോ ഫിറ്റ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ നമുക്ക് കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. ജിയോ ഫിറ്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോസ് എന്ന് പറയുന്നൊരു ഹാൻഡ് ഉണ്ട്. ഫിറ്റ്നസ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ ജിമ്മുകളാണത്. അതൊരു പ്രീമിയം ഫെസിലിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന, ഹെൽത്തിനും വെൽനസ്സിനും റീഹാബിനും ഒക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പ്രീമിയം ഫിറ്റ്നസ് സെൻറ്റേഴ്സാണത്. അത് നമുക്ക് 4 ബ്രാഞ്ചസ് ഉണ്ട്. കാക്കനാട്, കിഴക്കമ്പലം, പട്ടിമറ്റം. കിഴക്കമ്പലം തന്നെ ഒരു ബ്രാഞ്ചിൽ പുതിയതായിട്ട് വരുന്നുണ്ട്. നമ്മൾ അതിൽ കൂടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു വെൽബീയിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മെൻ്റലിയും ഫിസിക്കലിയും നല്ല ഫിറ്റായിട്ട് ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ സജസ്റ്റ് ചെയ്യുക, ഒരു നല്ലൊരു പോപ്പുലേഷനെ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു എയിമാണ് നമ്മൾ അതിൽ കൂടെ കാണുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഫിറ്റ്നസ് എക്യുപ്മെൻസിൻ്റെ, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്ന ആൾക്കാർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമ്മൾ നല്ല എക്യുപ്മെൻസിൻ്റെ സർവീസസും അതേപോലെ എക്യുപ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്യുകയും ഒരു കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും, പ്ലസ് എക്യുപ്മെൻറ്റ്സ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. റീസണബിൾ പ്രൈസിൽ നല്ല ബയോമെക്കാനിക്കുള്ള, ഇഞ്ചുറി ഫ്രീ ആയിട്ടുള്ള ഇമ്പോർട്ടഡും ഇന്ത്യനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രോപ്പർ സർവീസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലയൻസിനെ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ആ ഇൻട്രസ്റ്റുള്ള ഏതൊരു ഡൗട്ട്സും അവരുടെ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുള്ള മേഖലയിൽ നമ്മൾ കടന്നു ചെന്നിട്ട് അവർക്ക് വേണ്ട സജഷൻസ് കൊടുത്ത് ആ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് മിഷൻസിൻ്റെ ലിസ്റ്റുണ്ട്, അതേപോലെ ഏരിയ ലൊക്കേഷൻ അറിയാം, അതേപോലെ ഏത് ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആണെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് നമുക്ക് ഈസിയാണ്, ജസ്റ്റ് മിഷൻ കൊടുക്കുക, അവിടെ നമുക്ക് നമ്മുടെ ബിസിനസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഇൻഡസ്ട്രി കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് ആസ് എൻ ഇൻവെസ്റ്റർ അവർക്ക് കുറേ അധികം ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ശരിക്കും അവിടെയാണ് ജിയോഫിറ്റിൻ്റെ ഒരു റോള് ശരിക്കും അത് വരുന്നത്. കാര്യം അവരെ സംബന്ധിച്ച് ലൊക്കേഷൻ ഹണ്ടിങ് മുതൽ, അതായത് ഒരു ലൊക്കേഷൻ അവർ 3-4 ഓപ്ഷൻസ് പറയും. ഇപ്പം കേരളത്തിൽ തന്നെ പല തരം പറഞ്ഞ് നമ്മൾ അവിടെ പോയിട്ട് ഒരു പ്രോപ്പർ ലൊക്കേഷൻ, അത് ഗ്രാമമാണ് ഗ്രാമം അല്ലെങ്കിൽ സിറ്റിയാണ് സിറ്റി, അത് കണ്ടുപിടിച്ച് അത് കൊടുത്ത് അവിടെ ബിൽഡിംഗ് ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് ഫ്ലോറാണ്, അതിന് പാർക്കിംഗ് ഉണ്ടോ, അങ്ങനെ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവായ സ്ഥലമാണ്, അതൊക്കെ കണ്ടുപിടിച്ച് സജസ്റ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ അവിടേക്ക് വേണ്ട മെഷീൻസ് ഡിസൈൻ ചെയ്ത് 3D 2D പ്ലാൻ ചെയ്തിട്ട് മെഷീൻസ്
കൊടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ സർവീസ് നോക്കി അതേപോലെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവിടെ എത്തിക്കാനുള്ള മാർക്കറ്റിംഗ് സജസ്റ്റ് ചെയ്ത് പിന്നെ ഇൻറ്റീരിയർ അതേപോലെ ലൈറ്റിങ് സൗണ്ട് അങ്ങനത്തെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ച് അവർക്കൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ചെയ്ത് കൊടുത്ത് അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് പ്രോപ്പർ കസ്റ്റമേഴ്സ് വന്ന് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വരെ നമ്മളുടെ ഒരു ജിയോഫിറ്റ് കൺസൾട്ടൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരെ നമ്മൾ അവിടെ കാണും. ഈ പറഞ്ഞ ഒരു മൂഡ് സെറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ ജിം എന്നുള്ളൊരു രീതിയിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു 300 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം. അതിൽ കുറച്ച് കാർഡിയോ അതായത് ട്രെഡ്മില്ല് സൈക്കിൾ പോലെ മെഷീൻസ് കുറച്ച് ഡംബൽസ് ഫ്രീ വെയ്റ്റ്സ് പ്ലസ് ഒരു മൾട്ടി സ്റ്റേഷൻ പിന്നെ ലെഗിനുള്ള മെഷീൻ നിർബന്ധമാണ്. ഇപ്പോൾ ലെഗ് പ്രസ് ഹാക്ക് സ്ക്വാട്ട് അങ്ങനത്തെ മെഷീൻസ് പിന്നെ അപ്പർ ബോഡിക്കുള്ള ഒരു മൾട്ടി പ്രസ് അങ്ങനത്തെ മെഷീൻസും നിർബന്ധമായിട്ടും വേണം. അതിനൊരു ഓൾമോസ്റ്റ് ഒരു 4 to 5 lakhs എങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കണം. ഈ കൊമേഴ്ഷ്യൽ തന്നെ നമുക്ക് പല തരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്യാം. ഇപ്പം ചില സ്കൂളുകൾ അതേപോലെ ഹോട്ടൽസ് റിസോർട്ട്സ് അവർക്കൊക്കെ ചിലപ്പോൾ 500 അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റേ കാണത്തുള്ളൂ. അവർക്ക് വേണ്ടി നമ്മൾ 9.9 lakhs സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജിലുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് മാറി പക്ക കൊമേഴ്ഷ്യലായിട്ട് ഒരു 100 to 200 ആൾക്കാർ സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ജിമ്മുകളാണെങ്കിൽ അവിടെ നമുക്ക് 40 ലക്ഷം രൂപ വരെയുള്ള പാക്കേജ് ഉണ്ട്. പക്ഷേ ഒരു ഗ്രാമത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് 2500 3500 ആ റേഞ്ചിലാണ് കൂടുതൽ ആൾക്കാർ നമ്മളെ സമീപിക്കുന്നത്. ആ ടൈം നമുക്കൊരു 15 to 25 ലക്ഷം രൂപ ഇതൊരു മിനിമം ബഡ്ജറ്റ് എക്യുപ്മെൻറ്റ്സിന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ട് ഇൻകം നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്ലയൻറ്റ് അഡ്വാൻസ് തന്നു, ഇപ്പം ഞാൻ എക്യുപ്മെൻറ്റ് മാത്രം പർച്ചേസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മറ്റ് കമ്പനീസിനേക്കാളും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കസ്റ്റമർ കൊടുക്കുന്നത് നമ്മൾ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ തീം അവരുടെ മൈൻഡിലിരിക്കുന്ന തീം അനുസരിച്ചിട്ട് അവരുടെ മെഷീന് കളർ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു മെഷീനെ സംബന്ധിച്ച് 1-2 പാർട്സ് ഉണ്ട്. അതിന് ഫ്രെയിമുണ്ട്, അതുപോലെ മൂവിങ് പാർട്സ് ഉണ്ട്, അതുപോലെ സീറ്റ് അതിന് കുഷ്യനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കളർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മിൻ്റെ ആംബിയൻസ് നന്നായിട്ട് ഇമ്പാക്റ്റുള്ള സാധനമാണ്. നമുക്ക് ആ രീതിയിൽ കസ്റ്റമൈസേഷൻ ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ അല്പം ടൈം എടുക്കും. എക്യുപ്മെൻറ്റ് മാത്രം വേണ്ട ഒരാളെ സംബന്ധിച്ച് നമ്മൾ 60 to 90 days ആണ് നമ്മൾ ഡെലിവറി ടൈം പറയുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഇപ്പം ഈ വാറിൻ്റെ സിറ്റുവേഷൻ നമ്മൾ അല്പം ഡിലേ വന്നു, പിന്നെ കൊറോണ സമയത്ത് നമുക്ക് അല്പം ഡിലേ വരുന്നുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ 60 to 90 days കൊണ്ട് നമുക്ക് ഡെലിവറി പോസിബിൾ ആണ്. അതല്ല എൻഡ് കൺസൾട്ടേഷൻ എടുത്ത് നമ്മൾ ബിൽഡിംഗ് ഇന്റീരിയർ എല്ലാം ചെയ്യണമെങ്കിൽ ഒരു മിനിമം 6 months എങ്കിലും നമ്മൾ ടൈം എടുക്കും. കാര്യം എങ്കിൽ മാത്രമേ അതിനൊരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ബ്ലൂ പ്രിൻറ്റിന് ഉപരിയായിട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റണ്ണിങ് ജിമ്മുകൾ തന്നെയാണ് ഈ ബ്ലൂ പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അവർക്ക് എറണാകുളത്ത് വന്നാൽ നമ്മുടെ 4 റണ്ണിങ് ജിമ്മുകൾ കാണാം. നമ്മുടെ ട്രെയിനേഴ്സോട് ഡിസ്കസ് ചെയ്യാം, അവിടെ വർക്കൗട്ട് ചെയ്യുന്ന ക്ലയൻസോട് ഡിസ്കസ് ചെയ്യാം, ഇന്ത്യൻ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസ് കാണാം, ഡിഫറെൻറ്റ് സീരീസ് കാണാം. ഞാൻ ഇതിനെ വിളിക്കുന്നത് ജിയോഫിൻ്റെ എക്സ്പീരിയൻസ് സെൻ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജിം എങ്ങനെയാണ് ആകണം എന്നുള്ള ഒരു ക്ലിയർ പിക്ചറുമായിട്ട് അവർക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ ഒന്ന് ഫ്രാഞ്ചൈസിങ് ആണ്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം അതേപോലെ കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂരൊക്കെ ഡിസ്കഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അപ്പം എക്യുപ്മെൻറ്റിൻ്റെ ഫ്രാഞ്ചൈസിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജിയോഫിറ്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ അത് ഇങ്ങോട്ട് ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, കുറേ അധികം ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ അവരെ സംബന്ധിച്ച് ഈസിയാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 50 lakhs to 1 crore ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അവരെ സംബന്ധിച്ച് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് അവർക്ക് ROI റിട്ടേൺ ഓഫ് ഇൻകം നമുക്ക് അവർക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മുടെ ടീം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ ഫീൽഡിലും പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ വരുന്നു, വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമുക്ക് മാസം പൈസ സുഖമായിട്ട് ഉണ്ടാക്കാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇരിക്കുന്ന അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു കാലം വരെ അങ്ങനെ ആയിരുന്നു. കാര്യം വൺ ടൈം നമുക്ക് കുറച്ച് മെഷീൻ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കണ്ടേ, ഏതെങ്കിലും ട്രെയിനറെ വെച്ചു 1-2 പേര് കാണും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കോർപ്പറേറ്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ മേഖലയിൽ വളരെ ശക്തമായിട്ട് ഉണ്ട് നമ്മൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട്. അതേപോലെ കസ്റ്റമേഴ്സും വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ ഇൻഡസ്ട്രിയെ പറ്റി അവർക്ക് നല്ല നോളജ് ഉണ്ട്. സോ ഇതൊരു കടുത്ത കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഡസ്ട്രിയെ പറ്റി നല്ല നോളജ് വേണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു ടീം നമുക്ക് വേണം. അത് മാർക്കറ്റിങ്ങിലാണെങ്കിലും ട്രെയിനിങ്ങിലാണെങ്കിലും ട്രെൻഡൊത്ത് മുമ്പോട്ട് പോകാനുള്ള സപ്പോർട്ടാണെങ്കിലും അതിന് നല്ലൊരു ടീം വേണം. പിന്നെ കറണ്ട് സിറ്റുവേഷനെ പറ്റിയോ ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇൻവെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് മന്ത് ലാഭം പ്രതീക്ഷ ആയിരിക്കല്ലേ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. ഈ മെഷീൻ എന്നല്ല എന്തൊരു സാധനം വാങ്ങിച്ചാലും നമുക്ക് എല്ലാവർക്കും ഉള്ള ടെൻഷനാണ് ആഫ്റ്റർ സെയിൽസ്. സോ ആക്ച്വലി കുറച്ച് നാൾ ഇനീഷ്യലി സ്റ്റേജിൽ നമുക്ക് ഓൺ സർവീസ് ടീം ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ചലഞ്ച് കറക്റ്റായിട്ട് ഫേസ് ചെയ്തു. ആൾക്കാർ വന്ന് നമ്മുടെ സർവീസ് ഡിലേ ആണ്, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി അതിനുശേഷം കൂടുതൽ ഫോക്കസ് ഓപ്പറേഷൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മേഖല ആഫ്റ്റർ സെയിൽസ് ആണ്, എങ്ങനെ പ്രോപ്പർ സർവീസ് കൊടുക്കുക എന്നുള്ളത്. ആക്ച്വലി അതിനുശേഷം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് നമുക്കൊരു കാർഡിയോയ്ക്കും അതേപോലെ സ്ട്രെങ്തിനും സ്പെസിഫിക് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പം നമ്മുടെ സർവീസുകളൊക്കെ വിത്തിൻ 24 hours അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സ്പെയർ പാർട്സിന് ഒരു സെപ്പറേറ്റ് വിങ് നമുക്കുണ്ട്.
നമ്മുടെ ബ്രാൻഡിൻ്റെ മാത്രമല്ല മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു സ്പെയർ പാർട്സ് ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ നമുക്കുണ്ട്. അത് ഡിഫറെൻറ്റ് വെൻഡേഴ്സുള്ള കണക്ടിവിറ്റി നമുക്കുണ്ട്. നമ്മുടെ ട്രെയിനേഴ്സ് മീൻസ് ഇൻസ്ട്രക്ടേഴ്സ് അവർ ആണ് നമ്മുടെ മെഷീൻസിൻ്റെ ബയോമെക്കാനിക്സ് ഒക്കെ ഡിസൈഡ് ചെയ്ത് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്പോൾ അതിനുള്ള ഇഷ്യൂസ് വരാത്ത രീതിയിലുള്ള സ്പെയർ പാർട്സ് എപ്പോഴും നമ്മൾ കരുതി വെക്കാറുണ്ട്. ആ സ്പെയർ പാർട്സ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ടീം എപ്പോഴും സജ്ജരാണ്. ഓൾ കേരള നമുക്ക് വിത്തിൻ 1 day നമുക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ബ്രാൻഡ് അല്ലാത്ത മറ്റ് പല ബ്രാൻഡുകൾക്ക് നമുക്ക് സർവീസ് കൊടുക്കാൻ ഇപ്പം പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിൽ സർവീസിന് പ്രാധാന്യം മനസ്സിലാക്കി അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ജിയോഫിറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെയിൽസ് ആൻഡ് സർവീസ് കഴിഞ്ഞ വർഷം വരെ കേരളത്തിൽ മാത്രമായിരുന്നു നമ്മൾ. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ മീൻസ് കർണാടക നമുക്കൊരു ഡീലർ വന്നിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അതുപോലെ ചെന്നൈ ഡീലർഷിപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സൗത്ത് ഇന്ത്യ ഒരു വിത്തിൻ 1 or 2 years സൗത്ത് ഇന്ത്യ കമ്പനി നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാനൊരു 3-4 വർഷം ജിമ്മിൽ പോയതാണ്. എനിക്ക് ആക്ച്വലി ഒരു സ്വന്തമായിട്ടൊരു ജിമ്മ് തുടങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അതിന് വേണ്ട എക്യുപ്മെന്റ്സ്, പിന്നെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. എന്ന് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഈ 3-4 വർഷം ജിമ്മിൽ പോയതുകൊണ്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് കുറേ എൻക്വയറി വരാറുണ്ട് ഇതുപോലെ സ്ത്രീകൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കടന്നു വരാനായിട്ട്. അപ്പം ആദ്യം വേണ്ടത് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കണം. ഒരു കോഴ്സ് ഏതെങ്കിലും റെപ്യൂട്ടഡ് ഫേമിൽ കോഴ്സ് എടുക്കണം. കാര്യം നമ്മുടെ ക്ലയൻസിൻ്റെ ഹെൽത്താണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇഞ്ചുറി വരാതെ ട്രെയിനിങ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അത് അല്ലെങ്കിൽ കൂടെ നമ്മൾ ട്രെയിനേഴ്സിനെ ഹയർ ചെയ്യുന്നവർ പ്രോപ്പർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. പിന്നെ ഒരു 1-2 ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ഒരു ഗ്രാമത്തിലാണോ അല്ലെങ്കിൽ ഒരു ടൗൺ ഏരിയ ആണോ, ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എങ്കിൽ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലാരിറ്റി വേണം. എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലോണാണോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കയ്യിലുള്ള ഫണ്ടാണോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ വേണം. പിന്നുള്ളത് നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ സെലക്ഷനാണ്. അതിന് പൂർണ്ണമായിട്ടും ജിയോഫിറ്റ് 100% കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തരാം. നമ്മുടെ ഷോറൂം ഇപ്പം പട്ടിമല ഷോറൂമിൽ നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഇപ്പോഴുള്ള കുറച്ച് പ്രീമിയം എക്യുപ്മെൻറ്റ്സ് ആണ്, അതൊന്ന് കാണിച്ചു തരാം. ഷോറൂമിൽ കിടക്കാം. ഇപ്പോൾ ഇതിനിങ്ങനെ വരുമ്പോഴത്തേന് 2 സെക്ഷനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, അവിടെ ഒരു ക്രോസ് ഫിറ്റ് സെക്ഷൻ, ഒരു ഫംഗ്ഷണൽ ഏരിയ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം ഇവിടെ ഒരു സ്ട്രെയിറ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത് കാർഡിയോ ആണ്. കാർഡിയോ നമ്മൾ ചെയ്തേക്കുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങോട്ട് ഒരു വ്യൂ ഇല്ല. കാര്യം ഈ കാർഡിയോ പൊതുവെ ഒരു മടുപ്പുള്ള സാധനമാണ്. ട്രെഡ്മിലൊക്കെ ഓടുമ്പോഴത്തേക്കിന് അപ്പോൾ പുറത്തൊരു വ്യൂ കണ്ടിട്ട് കുറച്ച് പച്ചപ്പ് ഹരിതവയൊക്കെ കൊണ്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു മടുപ്പില്ലാതെ അങ്ങ് പോകാൻ പറ്റും. അതെ. ഇത് നമ്മുടെ FS ഒരു പ്രീമിയം സെഗ്മെന്റ് വരുന്ന മെഷീനാണ്. നമ്മളാണ് ഇന്ത്യയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡക്ടർ അബ്ഡക്ടർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ ഹിപ്പിനൊക്കെ ഷേപ്പൊക്കെ വരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിർബന്ധമാണ് ജിമ്മിൽ ഈ ഒരു മെഷീൻ. പിന്നെ ഇത് വേറൊരു സീരീസാണ്. നമ്മുടെ US ബ്രാൻഡായിട്ടുള്ള ലൈഫ് ഫിറ്റ്നസ് എന്നുള്ള ഒരു മെഷീൻ്റെ ഏകദേശം സിമിലർ ഡിസൈൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ അപ്പർ മസിൽ പാർട്സിൻ്റെ ഉള്ള മെഷീൻസ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പെക് ഫ്ലൈ ആയിക്കോട്ടെ, ലെഗ് എക്സ്റ്റൻഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ ജിമ്മിൽ വേണ്ടതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊരു എയർ ബൈക്കാണ്. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗപ്രദമാണ്. പിന്നെ സ്റ്റെയർ മാസ്റ്റർ ഉണ്ട്. പിന്നെ എല്ലാ ജിമ്മിലും കാണും കർവ് ട്രെഡ്മില്ല്. ആ ഒരു ട്രെഡ്മില്ലിന്റെ ഈ ഒരു ട്രെഡ്മില്ലിന്റെ ഡിഫറൻസ് അതെ, നല്ലൊരു ചോദ്യം. അതിലൊക്കെ കൂടി അത്യാവശ്യം നമുക്ക് സ്ട്രെങ്ത്തും സ്റ്റാമിനയൊക്കെ വന്ന് ഒരു മെഷീൻ യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ആയതിനു ശേഷം മാത്രം ഇതിലേക്ക് കടക്കാം. കൂടുതൽ അത്ലറ്റ്സ് ഒക്കെ അവരുടെ എൻഡ്യൂറൻസ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന, വളരെ വിഗ്രസ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രെഡ്മില്ലൊക്കെ. അതിന് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വൺസ് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഥലം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കാര്യമുണ്ട്. സോ അത്യാവശ്യം നമുക്ക് ബ്രെയിനും നമ്മുടെ ഫുട്ടുമായിട്ടൊക്കെ ഒരു നല്ലൊരു കണക്ഷനൊക്കെ ആയതിനു ശേഷം നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയൊക്കെയാണ് ഈ ഒരു റോയിങ് മെഷീൻ എന്ന് പറയുന്ന മെഷീൻ. ഇതൊരു ഹൈ ഇൻറ്റൻസിറ്റിയാണ്. ബിഗിനേഴ്സിനുള്ളൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് അല്ല. പിന്നെ ഇവിടെ നമുക്ക് 1-2 മോഡൽ ഓഫ് സ്വിൻ ബൈക്സ് ഉണ്ട്. ഇതൊരു ഹൈ ക്വാളിറ്റി സ്വിൻ ബൈക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 0 സർവീസാണ്. നമ്മുടെ ട്രെഡ്മിൽസ് ഡിഫറെൻറ്റ് 2 മോഡൽസ് ആണ്. നമ്മുടെ ഷോറൂം ആയതുകൊണ്ട് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെഡ്മിൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ സ്ട്രെങ്ത്, അതായത് മസിൽസിന് വേണ്ടി ഉള്ള മെഷീൻസാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റബ്ബർ ഫ്ലോറിങ്ങാണ്. ഇതൊരു 10 mm റബ്ബർ ഫ്ലോറിംഗ് ആണ്. ഈ ഫ്ലോറിങ് ഉദ്ദേശിക്കുന്നത് സൗണ്ട് പ്രൂഫ് ചെയ്യാനും നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ആകാതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഒരു സെക്ഷൻ മാൻഡേറ്റഡ് എല്ലാ ജിമ്മിലും വേണ്ടതാണ്. അവിടെ ഡംബൽസ് ഉണ്ട്, ഈ അഡ്ജസ്റ്റബിൾ ബെഞ്ചസ്, ഈ സ്റ്റൂൾസ്, അതേപോലെ ലെഗ് പ്രസ്, പിന്നെ നമുക്ക് അവിടെ ഒരു സൂപ്പർ സ്ക്വാട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ പ്ലേറ്റ്സ്, ഇതൊരു ഡെഡ് ലിഫ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇതൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണും. നമ്മൾ ഓർക്ക് ഇതൊരു ചുമ്മാ ഒരു ഭംഗിക്ക് എടുത്ത സാധനമാണ്, പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആണ്. ആൾക്കാർക്ക് ഒരു ഫുൾ ബോഡി വർക്കൗട്ടായിട്ട് ഡെഡ് ലിഫ്റ്റ് അതൊക്കെ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ് ഈ സാധനം. പിന്നെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഒരു മെഷീനാണിത്. സ്മിത്ത് മെഷീൻ വിത്ത് സ്ക്വാട്ട് ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ഹ്യൂജായിട്ടൊരു ഫീൽ കിട്ടുന്നുണ്ട്. അതേപോലെ നല്ലൊരു ബയോമെക്കാനിക്കൽ സേഫായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഇത്രയും ഉണ്ട്. ഇതിൻ്റെ ഒരു 80% നമ്മുടെ ജിമ്മിലേക്ക് നമ്മൾ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു
15-25 ലാക്സിനുള്ളിൽ ഒരു പ്രീമിയം സെറ്റപ്പ് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ മൈഫിൻ ടിവിയുടെ പ്രേക്ഷകർക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു തന്നതിനും കൂടെ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സ്റ്റോറീസിന്റെ ഇന്നത്തെ എപ്പിസോഡിടെ അവസാനിച്ചിരിക്കുകയാണ്. മറ്റൊരു ബ്രാൻഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ. അപ്പോൾ റെയ്മണ്ട് റിയാലിറ്റിയുടെ ഗോൾഡ് കോള ലൈഫിൻ്റെ വിശേഷങ്ങളും പിസ്സ ബ്രാൻഡായ ഡൊമിനോസിൻ്റെ വിശേഷങ്ങളും ജിം എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യുന്ന ജിയോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.